ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SSC CGL 2025 ക്രാഷ് കോഴ്സിൽ ഓൾറെഡി റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 10-15ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ടുള്ള പെർസെൻറ്റേജ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക്കൽ ഒരു ടോപ്പിക്കാണ്. എന്തായാലും 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രിലിംസിന് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ നിന്നുള്ള നല്ല ക്വസ്റ്റ്യൻസ്, കുറച്ച് പ്രതീക്ഷിക്കാവുന്ന നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് CGL ക്രാഷ് കോഴ്സാണ്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിലെന്ത് ചെയ്യാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. ഫൗണ്ടേഷനും ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ള ടോപ്പിക്ക് അങ്ങനെ നോക്കാം. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ്സുകളും എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഈ നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് എല്ലാ തരത്തിലുള്ള എല്ലാ എക്സാമുകളുടെയും ഓൺലൈൻ കോഴ്സുകൾ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. കുറേ നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, എക്സാമിന് ആ ഒരു കുറഞ്ഞ സമയത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പെർസെൻറ്റേജിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കലും ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് CGL എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാര്യം കൺസെപ്റ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൺസെപ്റ്റ് ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളൊരു പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി ഈ ചാനലിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് കണ്ടു പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ ലെവലിൽ പഠിച്ചിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, ഇവിടെ നോക്കാം. In a factory, there are 3 types of machines, M1, M2 and M3, which produces 25%, 35% and 40% of the total products, respectively. M1, M2 and M3 produce 3%, 4% and 5% defective products, respectively. What is the percentage of non-defective? ഇപ്പോൾ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ നോൺ ഡിഫക്റ്റീവ് ആയിട്ട് എത്രയാണുള്ളത്? അപ്പോൾ M1, M2, M3. അപ്പോൾ ഇവിടെ ടോട്ടൽ 100 ഉണ്ടെങ്കിൽ 100ൽ 25 M1 ഉണ്ടാക്കുന്നു, 35 M2 ഉണ്ടാക്കുന്നു, ബാക്കി 40 എത്രയുന്നു? ഇപ്പോൾ 60ആയി. 60, 40, 100ആയി. ഇപ്പോൾ 100%, 100ലാണെങ്കിൽ 25 M1ഉം M2 32ഉം M3 40ഉം ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ M1ൻ്റെ 3% എന്താണ്? 3% ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ M1 ഉണ്ടാക്കുന്ന എത്രയാണോ ഉള്ളത് അതിൻ്റെ 3% ഡിഫക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ M1 ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇവിടെ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. M1 ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിൻ്റെ 100%. ഇതൊക്കെ പെർസെൻറ്റേജിൻ്റെ ബേസ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ M1 എത്രയോ ഒരു വാല്യൂ ഉണ്ട്. M1 ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് എത്രയോ ആണെങ്കിൽ അതിൻ്റെ 3% എന്താണ്, ഡിഫക്റ്റീവ് ആണ്. എന്നാൽ അതിൻ്റെ ബാക്കി 97% എന്താണ്, നമ്മളുടെ നോൺ ഡിഫക്റ്റീവ് ആണ്. അതുപോലെ M2 ഉണ്ടാക്കുന്ന ഐറ്റത്തിൽ M2 ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ 100%. ഇതിൻ്റെ 100%വും ഇതിൻ്റെ 100% വ്യത്യാസമാണ്. അപ്പോൾ M2 ഉണ്ടാക്കുന്നതിൻ്റെ 100% എത്രയാണ്? ഇവിടെ 35 എടുത്തേക്കുന്നത്. ആ 35ൻ്റെ 4% എന്താണ്, ഡിഫക്റ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 96, ടോട്ടൽ 100% ആണുള്ളത്. അതിൽ 4% പോയാൽ ബാക്കി 96% എന്താണ്, നോൺ ഡിഫക്റ്റീവ് ആണ്. കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ അതാ ചോദിച്ചിരിക്കുന്നത്. ഇനി M3 ഉണ്ടാക്കുന്നതിൻ്റെ 5% എന്താണ്, ഡിഫക്റ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ M3 ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കി 95% എന്താണ്, നോൺ ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ്, വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് നോൺ ഡിഫക്റ്റീവ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കി, 25 എണ്ണം ഉണ്ടാക്കുന്നതിൽ 97%, 35 എണ്ണം ഉണ്ടാക്കുന്നതിൽ 96% നോൺ ഡിഫക്റ്റീവ്, 40 എണ്ണം ഉണ്ടാക്കുന്നതിൽ 95% നോൺ ഡിഫക്റ്റീവ്. അപ്പോൾ ഇതിൻ്റെ വെയ്റ്റഡ് ആവറേജ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ ആവറേജ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഏറ്റവും ലോവസ്റ്റ് ആവറേജിൻ്റെയും ഏറ്റവും ഹയസ്റ്റ് ആവറേജിൻ്റെ ഇടയ്ക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയൊക്കെ പോയാലും 95നും 97നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ 95നും 97നും ഇടയ്ക്കുള്ള ഓപ്ഷൻ ഏതുണ്ട്? ഇത് 95നും 97നും ഇടയ്ക്കുള്ള ഓപ്ഷൻ അല്ല, ഇതല്ല, ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത്, നമ്മളുടെ 95നും 97നും ഇടയ്ക്കുള്ളത്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ ദ ലോവസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ആവറേജസ്. ഓക്കെ, ഇപ്പോൾ 95.85 നിങ്ങൾക്ക് ഒരു പേന എടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് എല്ലാം വേണമെങ്കിൽ 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇതിപ്പോൾ 5, 7, 8 എന്നിട്ട് എന്ത് ചെയ്യുക, 5 × 97 പ്ലസ് 7 × 96 പ്ലസ് 8 × 95. അതായത് ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പേഴ്സ്. 5 + 7 + 8 വന്നിട്ട് 20. ടോട്ടൽ സം കണ്ടുപിടിച്ചിട്ട് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ 25 × 97 പ്ലസ് 35 × 96 പ്ലസ്
40 × 95 ഡിവൈഡഡ് ബൈ 25 + 35 + 40. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, അതാണ് വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നവർ എന്താണ് അവിടെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ വിലപ്പെട്ട സമയമാണ് കളയുന്നത്. ഇത് ക്വസ്റ്റ്യൻ നോക്കി തന്നെ എനിക്ക് ഇത്രയും സമയമൊന്നും വേണ്ട. ഈ ക്വസ്റ്റ്യൻ ഏറ്റവും വേഗത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്, നമ്മളിത് ക്വസ്റ്റ്യൻ വരുന്നു, ഇതിനകത്ത് 25%, 35%, 40% എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ 3%, അപ്പോൾ 25ന്റെ 97% എന്താണ് നോൺ ഡിഫക്റ്റീവ് ആണ്, 96% നോൺ ഡിഫക്റ്റീവ് ആണ്, 95% നോൺ ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 95നും 97നും ഇടയ്ക്കായിരിക്കും. അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. എന്ത് ചെയ്യാം, ഇനി ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടുള്ള പല എക്സാമുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, the cost of a table is 200% more than the cost of a chair and the cost of a chair is 20% less than that of almirah. If the cost of each table and chair is decreased by 25% and the cost of an almirah is increased by 25%, then the percentage increase or decrease in the total cost of 4 tables, 5 chairs and 8 almirahs correct 1 decimal place. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണ്ട, ഇത് ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ആദ്യം നിങ്ങൾ കാണുവാണെങ്കിൽ ഇത് എന്ത് ചെയ്യണ്ട, ആദ്യം ചെയ്യണ്ട, പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ ഒന്ന് ചെയ്താൽ മതി. പക്ഷെ രണ്ടാമത്തെ റൗണ്ടിൽ ഒന്ന് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആ ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്പീഡിൽ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ടേബിളിൻ്റെയും ചെയറിൻ്റെയും അൽമിരയുടെയും കോസ്റ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് വെച്ചിട്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കോസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ടേബിൾ ഈസ് 200% മോർ ദാൻ ദ കോസ്റ്റ് ഓഫ് എ ചെയർ ആൻഡ് ദ കോസ്റ്റ് ഓഫ് എ ചെയർ ഈസ് 20% ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് അൽമിര. അപ്പോൾ കോസ്റ്റ് ഓഫ് അൽമിര ഞാനിവിടെ 100 എടുത്താൽ ചെയർ എന്താണ്, കോസ്റ്റ് ഓഫ് ചെയർ എന്താണ്, 20% ലെസ് ആണ്, അതായത് 80 ആണ്. 100 ആണെങ്കിൽ 100ന്റെ 20% 20 ആണ്, 20 കുറഞ്ഞ് എത്രയാണ്, ചെയറിന്റെ കോസ്റ്റ് 80 ആണ്. ഇനി ദ കോസ്റ്റ് ഓഫ് എ ടേബിൾ ഈസ് 200% മോർ ദാൻ, അതായത് ഇതിന്റെ 2 ഇരട്ടി കൂടുതലാണ്. 2 ഇരട്ടി കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇതിന്റെ 200% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 ആണ്, 160 ആണ് കൂടുതൽ. 100% 80 ആണ്. 200% എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധനത്തിന്റെ 200% എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. 160 കൂടുതലാണ്, 80ന്റെ കൂടെ 160 കൂട്ടി 240 ആവും ചെയർ എന്ന് പറയും ടേബിളിന്റെ പ്രൈസ്. നമുക്ക് സിമ്പിൾ റേഷ്യോ എഴുതി കഴിഞ്ഞാൽ 0, 0, 0 പോയി 2 വെച്ച് കിട്ടുമ്പോൾ നമുക്ക് 12:4:5 എന്ന് കിട്ടും. ഇതാണ് ഇവരുടെ സിമ്പിൾ ആയിട്ടുള്ള കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ. ഇതെന്താണ്, കോസ്റ്റിന്റെ റേഷ്യോ ആണ്, കോസ്റ്റിന്റെ റേഷ്യോ. ദ കോസ്റ്റ് ഓഫ് ഈച്ച് ടേബിൾ ഈസ് ഡിക്രീസ്ഡ് ബൈ 25%. അപ്പോൾ ഇതിന്റെ 25% എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധനത്തിന്റെ 25% എന്ന് പറഞ്ഞാൽ ബൈ 4 ആണ്. അപ്പോൾ 4 കുറച്ച് 1/4 കുറച്ചു, 25% എന്ന് പറഞ്ഞാൽ എന്താണ്, 1/4 ആണ്. 12/4 3 ആണ്. അപ്പോൾ 3 കുറച്ച് എത്രയായി, ഇത് 9 ആയി. ഇതും എന്ത് ചെയ്തു, 1/4, 1 കുറച്ച് ഇത് 3 ആയി. ഇത് 25% കൂട്ടി, 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 ആണ് 25%. 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇതിന്റെ 1/4, അതായത് 5/4, 1.25 കൂടെ കൂട്ടി 1.25 കൂടെ കൂട്ടി 5/4 എന്ന് പറഞ്ഞാൽ 1.25 ആണ്. 1/4, 1.25 കൂട്ടി 6.25 ആയി ഇപ്പോഴത്തെ പുതിയ. ഇതാണ് പുതിയ വൺ. ഇനി എന്താ ചോദിക്കുന്നത്, ദെൻ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് 4 ടേബിൾസ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര വരും, 4 ടേബിൾസിന്റെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഔട്ട്. അപ്പോൾ 4 ടേബിൾസിന്റെ ഇനിഷ്യൽ കോസ്റ്റ് എത്ര ആയിരുന്നു, ഇനിഷ്യൽ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 4 ടേബിൾ എന്ന് പറഞ്ഞാൽ 4 × 12 48 പ്ലസ് 5 ചെയർ 5 × 4 20 പ്ലസ് 8 അലിമിര 8 × 5 40. അപ്പോൾ 60ഉം 48. 108 കിടന്ന സാധനം 108 ആയിരുന്നു ടോട്ടൽ കോസ്റ്റ്, ഇനിഷ്യൽ കോസ്റ്റ്. നൗ എത്രയാണ് കോസ്റ്റ്, അല്ലെങ്കിൽ എത്രയാണ് ഇൻക്രീസ് ചെയ്ത് മാത്രം നോക്കിയാൽ പോരെ. നിങ്ങൾ നൗ കോസ്റ്റ് ചെയ്യണോ, വേണ്ട. ഇപ്പോഴത്തെ ടോട്ടൽ കോസ്റ്റ് വേണോ, വേണ്ട. കാര്യം എന്തുകൊണ്ടാ, നമുക്കറിയാം എത്രയാണ് കൂടിയെന്ന്. എത്ര കൂടിയത്, ഇവിടെ കൂടിയല്ലോ, -3 വെച്ച് എത്ര എണ്ണത്തിന്, നമുക്ക് 4 എണ്ണം വേണം. അപ്പൊ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് എത്ര വരും, -3 × 4. ഇവിടെ -1 ആണ്, പ്ലസ് ഈ 4 വന്ന് എങ്ങനെ, 4 ടേബിൾ ആണ്, 5 ചെയർ, -1 × 5. ഇനി എന്താ, പ്ലസ് ഇവിടെ പ്ലസ് ചെയ്താണ്, എത്രയാണ് കൂടിയത്, 1.25 × എത്ര എണ്ണം, 5 എണ്ണം. 1.25 എന്ന് പറഞ്ഞാൽ 5/4 ആണ് കേട്ടോ, 5/4 ആണ് കൂടിയത്. 5/4 ആണ് 1.25. 5/4 × സ്മാർട്ടായിട്ട് ചിന്തിക്കണം. 5/4 അല്ല 1/4 കൂടി 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5/4 ആണ് കൂടിയത്. 5/4 ×
എത്ര അലമിലാണ്? 8ആണ്. സോറി 8ആണ്. യെസ് 8ആണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? ഇത് 10. അതായത് -3 × 4 -12 -5 -17 + 10. -17 + 10 എന്ന് പറയുമ്പോൾ -7. അപ്പോൾ -7 ആണ് എന്ത് ചെയ്തത്? നമുക്ക് വില കൂടിയത്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. ഫൈനൽ ആൻസറിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എത്രയാണ് കൂടിയത്, എത്രയാണ് അല്ലെങ്കിൽ കുറഞ്ഞത്? ടോട്ടൽ കോസ്റ്റ് -7 ആണ് കുറഞ്ഞത്, അല്ലെങ്കിൽ 7 ആണ് കുറഞ്ഞത്. എത്രയിൽ? 108. 7/108. എന്നാൽ 100ൽ എത്ര അതാണ് വേണ്ടത്? ഒന്നുകിൽ അത് ചെയ്യാം ഇൻറ്റു 100. അപ്പോൾ ഏകദേശം 700/108. ഏകദേശം 7ൻ്റെ അടുത്ത് വരും. ഡിക്രീസ് ആണ്. 7ൻ്റെ അടുത്ത് 700/108 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എയും വരാം, ഓപ്ഷൻ ഡിയും വരാം. ഓപ്ഷൻ ഡിയുടെ അടുത്ത് വരുമോ അതോ എയുടെ അടുത്ത് വരുമോ? അപ്പോൾ ഇവിടെ നോക്ക്, ഇതിനകത്ത് പല രീതി ചെയ്യാം. 700/108 എന്ന് പറയുമ്പോൾ 6 എന്തായാലും പോകും. 6 പോകുമ്പോൾ തന്നെ എത്രയായി? 648ആയി. ബാക്കി 52. 520/108. ഒരിക്കലും എന്ത് പോകത്തില്ല? നമുക്ക് 9 ഒന്നും പോകത്തില്ല. ഏകദേശം 5 പോയാൽ തന്നെ 500, 540. ഏകദേശം 6.5ൻ്റെ അടുത്തേ വരത്തുള്ളൂ ഓപ്ഷൻ എ. അതായത് ഡിക്രീസ് ആണ്, മൈനസ് വരുന്നതുകൊണ്ട് ഡിക്രീസ് ആണ്. 6.5% കുറയും. അല്ലെങ്കിൽ നമുക്ക് 7 108ൻ്റെ എത്ര ശതമാനം എന്ന് നോക്കാം. അപ്പോൾ 108ൻ്റെ 10% ഇല്ല, 5% 5.4 ആണ്. അപ്പോൾ 5.4ഉം പിന്നെ 1% 1.08 ആണ്. 1.08 ആണ്. അപ്പോൾ തന്നെ എന്തായി? 6.48 ആയി. 6.48 എന്ന് പറഞ്ഞാൽ 6%. പിന്നെ 0.5%. അപ്പോൾ തന്നെ എന്തായി? 7ലോട്ട് എത്തി. അപ്പോൾ 6.5% അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി എക്സാമിന് ഇത് വരുവാണെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വഴിയാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഇപ്പോൾ എക്സാമിന് ഇത് വരുവാണെങ്കിൽ ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ഈ ഒരു കാര്യം ആദ്യത്തെ ആ ഒരു റേഷ്യോ എഴുതണം. റേഷ്യോ എഴുതിയേ പറ്റൂ. റേഷ്യോ നമുക്ക് 12, 4, 5 എന്ന് കിട്ടി. ഇനി എന്താണ്? ആദ്യത്തെ 12 ആയിരുന്നെങ്കിൽ 4 ടേബിൾ 48, 20, 68, 68, 40, 108 എന്നുള്ള സാധനം ഇപ്പം എത്ര കൂടിയത്? 12ൻ്റെ 1/4. 12ൻ്റെ 1/4 3 വെച്ച് 4 12 -12 കുറഞ്ഞു. ഇവിടെ 1 വെച്ച് 1 കുറഞ്ഞു, 25% കുറഞ്ഞു. 1 വെച്ച് 5 -5 കുറഞ്ഞു. ഇവിടെ 5/4 വെച്ച് 8 അതായത് 10 കൂടി. ടോട്ടൽ എത്ര കൂടിയത്? -17 + 10 -7. -7 ഇത് കുറഞ്ഞു. -7 ആണ് കുറഞ്ഞത്. 108ൽ എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്രത്തോളം നിങ്ങൾ ഇതിനെ സ്റ്റെപ്പ് കുറച്ച് എഴുതുന്നു, ഇത് എത്ര പേർക്ക് ഇതെല്ലാവർക്കും മനസ്സിലായി. കാൽക്കുലേഷൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. എന്നാൽ ഈ ഒരു സ്റ്റെപ്പിലോട്ട്, ഇവിടെ നിന്നും ഈ ഒരു ലെവലിലോട്ട് നിങ്ങൾ എത്തിയാലേ നിങ്ങൾ എന്ത് ചെയ്തുള്ളൂ? എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു ലെവലിൽ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ലെവലിൽ എത്താൻ വേണ്ടി തന്നെ നിങ്ങൾ പരിശ്രമിക്കുക. നല്ല ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ. A is 120% of B and B is 65% of C. If the sum of A and B and C is ഇത്രയും തന്നിട്ടുണ്ട് 121 1/2, the value of 2C 4B plus A ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എയും ബിയും സിയും തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. സി 100 എടുത്തു കഴിഞ്ഞാൽ ബി എത്രയാണ്? 100ൻ്റെ ബി ഈസ് 65% ഓഫ് സി. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100ൻ്റെ 65% 65ആണ്. എ ഈസ് 120% ഓഫ് ബി. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിൻ്റെ 120%. അപ്പോൾ 120% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 65 ഓൾറെഡി 100%. പിന്നെ 20% കൂട്ടണം. 20% എന്ന് പറഞ്ഞാൽ 10% 6.5 ആണ്. 20% 6.5 × 2. 10% എങ്ങനെ? ഒരു നമ്പറിൻ്റെ ഒരു പോയിന്റ് മാറ്റിയാൽ 10% കിട്ടും. 20% എന്ന് പറഞ്ഞാൽ 6.5 × 2 13 ആണ്. 65 13 78. ഡയറക്റ്റ് ഇങ്ങനെ എഴുതാൻ പറ്റണം. അല്ലാത്തവർ എന്ത് ചെയ്യും? 65 × 120% 6/5 13 × 6 78 ഇങ്ങനെ ചെയ്യും. ചിലവർ 65 × 120/100 എന്ന് എഴുതി പിന്നെയും കാൽക്കുലേഷൻ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ എന്താണ്? നീഡ്സ് ടു ബി ഇംപ്രൂവ്. ഇതല്ല വേണ്ടുന്നത്. ഡയറക്റ്റ് ചെയ്യണം. ഇതുമല്ല വേണ്ടുന്നത്, ഇതാണ് വേണ്ടത്. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. 100, 65, 78. ഇഫ് ദ സം ഓഫ് എ ആൻഡ് ബി ആൻഡ് സി. അപ്പോൾ ഇവിടെ നമുക്ക് സം എത്ര കിട്ടുന്നത്? നിങ്ങൾ നോക്ക്. 7 6 13 13 138 5 141 100 243 നമുക്ക് സം വരുന്നത് റേഷ്യോയിൽ ഇങ്ങനെയാണെങ്കിൽ. ഇപ്പോൾ 243 വാല്യൂ ആണ്. 121/2 എന്ന് പറഞ്ഞാൽ എന്താ? 243ൻ്റെ പകുതിയാണ്. ആലോചിച്ച് നോക്ക്. 240ൻ്റെ പകുതി 120, 3ൻ്റെ പകുതി 1.5. 243ൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 243/2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. അതായത് റേഷ്യോയിലെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതായത് ഇതിൻ്റെ ഒക്കെ ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിൻ്റെ പകുതി ഇതിൻ്റെ പകുതിയാണ് ഒറിജിനൽ വാല്യൂ. നമുക്കിനി എന്താ വേണ്ടുന്നത്? 2C. അപ്പോൾ 2C
അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം റേഷ്യോയിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 2C എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 മൈനസ് 4B. 4B എന്ന് പറഞ്ഞാൽ 260 മൈനസ് 260 പ്ലസ് A പ്ലസ് 78. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? ഇത് -60 78, അതായത് -60 പ്ലസ് 78 18ആണ്. അപ്പോൾ നമുക്ക് റേഷ്യോയിലെ 18ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 18ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? റേഷ്യോയിലെ എല്ലാ വാല്യൂവിനെയും ഒറിജിനൽ വാല്യൂ കിട്ടാൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 18 × 1/2 9 നമുക്ക് ആൻസർ കിട്ടും. 18 എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് 18 ആയിരുന്നെങ്കിൽ 18 കൊടുക്കരുത്. ഇതെന്താണ്? സില്ലി മിസ്റ്റേക്കാണ്. സില്ലി മിസ്റ്റേക്ക് വരുത്തരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് മാർക്ക് വരുത്തുന്നത് വലിയ ഇതാണ്, നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം റേഷ്യോ എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു? റേഷ്യോ ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അടുത്ത ഇതൊരു നല്ല ക്വസ്റ്റൻ ആണ്. CPO എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഒന്ന് ചെയ്യാൻ പറ്റും നോക്കിയാൽ വായിച്ചിട്ട്. ഇവിടെ പറയുന്നത് 11/5 11/5 ഓഫ് എ നമ്പർ A is 25% ഓഫ് എ നമ്പർ B. The number B is equal to 2.5% ഓഫ് തേർഡ് നമ്പർ C. If the value of number C is ഇത്രയാണെങ്കിൽ then the sum of 40% of A and 20% of B. അപ്പോൾ ഇവിടെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. 11/5 number of A is 25% of B. The number B is equal to 2.5% of a third number C. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? A/B കണ്ടുപിടിക്കും. A/B എന്ന് പറഞ്ഞാൽ എത്രയാണ്? A/B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11/5 ഓഫ് എ നമ്പർ A ഈസ് 22/100 ഓഫ് B. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ആൾക്കാരും. 2 ഇവിടെ 20, ഇത് 10. A/B എന്ന് പറയുമ്പോൾ 1/10 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് A/B/C റേഷ്യോ എഴുതിയാൽ 2.5% എന്ന് പറഞ്ഞാൽ എത്ര? 5% 1/20. അപ്പോൾ 2.5% 1/40 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ദ നമ്പർ B ഈസ് ഈക്വൽ ടു 2.5% ഓഫ് നമ്പർ C. അപ്പോൾ C 40 ആണെങ്കിൽ B എന്ന് പറഞ്ഞാൽ 40ന്റെ 2.5%. അതാണ് 1 എന്ന് പറയുന്നത്. B എത്രയാണ്? 1 ആണ്. അപ്പോൾ A എത്ര വരും? B 10 ആണെങ്കിൽ A 1 ആണ്. ഞാൻ എന്ത് ചെയ്തു? ഒരു 0 കൂടെ കൊടുത്തു, ഒരു 0 കൂടെ കൊടുത്തു. റേഷ്യോ ആണ്. 1:40 എഴുതുന്നതും 10:400 എഴുതുന്നതും സെയിം തന്നെയാണ്. അപ്പോൾ C 400 ആണെങ്കിൽ B എത്രയാണ്? 10 ആണ്. റേഷ്യോ പ്രൊപ്പോർഷനൂടെ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. C 400 ആണെങ്കിൽ B 10 ആണ്. B 10 ആണെങ്കിൽ A എത്രയാണ്? 1 ആണ്. ഇതാണ് ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് എഴുതുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഡയറക്റ്റ്. അപ്പോൾ ഇവിടെ 400ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. C 400 ആണെങ്കിൽ B 10 ആണ്, A 1 ആണ് ആണെങ്കിൽ, എന്നാൽ C എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 55.00 ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് 40% ഓഫ് A. 40% ഓഫ് A എന്ന് പറഞ്ഞാൽ 1 × 40%. 40% എന്ന് പറഞ്ഞാൽ 40/100 ആണ്. 0.4 ആണ്. 0.4 പ്ലസ് 20% ഓഫ് B. 20% പറഞ്ഞാൽ 1/5 ആണ്. 10/5 എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്ക് 2.4ന്റെ വാല്യൂ ആണ് വേണ്ടത്. അതായത് 400ന്റെ വാല്യൂ ഇതാണെങ്കിൽ 2.4ന്റെ വാല്യൂ വേണം. അപ്പോൾ ഇവിടെ നോക്കാം. 400ന്റെ വാല്യൂ 55.00 ഉണ്ടെങ്കിൽ 2.4ന്റെ വേണം. അപ്പോൾ ഇന്നിവിടെ നമുക്ക് 400ന്റെ വാല്യൂ ഇത് 55 എന്ന് പറഞ്ഞാൽ 11 ഉണ്ട്. ആൻസർ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓപ്ഷൻ B നമുക്ക് എഴുതാം. എങ്ങനെയാണ് അത് ചെയ്തത്? 400ന്റെ വാല്യൂ അറിയാം, 55.00. നമുക്ക് 2.4 വേണം. 0 പോയി ഈ 4 എന്തായിക്കോളും? 24 വെട്ടിക്കോളും. അപ്പോൾ ആൻസറിനകത്ത് ഇവിടെ 5 × 11 ഉണ്ട്. അതായത് ആൻസറിനകത്ത് ആരുണ്ട്? ആൻസറിനകത്ത് 11 ഉണ്ട്. ആൻസർ 11 ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ B മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് എക്സാമിന് ചെയ്യുന്നത്? കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നാലോചിച്ച് നോക്ക്. ഇവിടെ നോക്കി തന്നെ 11/5 നമ്പർ ഈസ് 25% ഓഫ് B എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് Aയും Bയും Cയും എഴുതുക. എയുടെ A/B എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഈ 11ഉം 22 കൂടെ വെട്ടി ഇവിടെ 2 വന്നു. 2/100. ഈ 5 വെട്ടിയിട്ട് 2/20, 1/10. അപ്പോൾ A/B എന്ന് പറഞ്ഞാൽ 1/10 മൈൻഡിൽ ചെയ്യാനുള്ള പ്രാക്ടീസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി ചെയ്യണം, അത്രേ ഉള്ളൂ. സമയം എടുക്കും. 1/10 കിട്ടി. 1:10 കിട്ടി. തേർഡ് നമ്പർ B ഈസ് ഈക്വൽ ടു 2.5% ഓഫ് തേർഡ് നമ്പർ. സെക്കൻഡ് നമ്പർ 1/40 കിട്ടി. അതായത് C 40 ആണെങ്കിൽ മറ്റെത്രയാണ്? 1 ആണ്. അപ്പോൾ B 10 ആവണമെങ്കിൽ C എത്ര ആണോ? 400 ആവണം. ഇത് ഡയറക്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ എഴുതണം. ഇനി തന്നിട്ടുണ്ട് 400ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 55.00. അങ്ങനെയാണെങ്കിൽ 40% ഓഫ് A 0.4ഉം 20% ഓഫ് B 2.4ന്റെ വാല്യൂ വേണം. അപ്പോൾ കാണുമ്പോൾ തന്നെ ഇവിടെ എന്തുണ്ട്? 11 ഉണ്ട്. ആൻസർ 11ന് പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെട്ടി വേണമെങ്കിലും ചെയ്യാം. 6 ഗുണം നമുക്കിവിടെ എന്ത് കിട്ടും? 6 5 30 33 നിങ്ങൾക്ക് കിട്ടിക്കോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. 11 അവിടെ എന്തായാലും ഉണ്ടായിരിക്കും. അടുത്ത ലെറ്റ് x and y be two positive numbers such that x greater than y.
The average of 50% of x and 30% of y is 34.5. If the difference between x and y is 10, then the average of x and y. അതാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ ചെയ്യാൻ പറ്റും? എക്സ് വലുതാണ് വൈയേക്കാൾ. ആവറേജ് ഓഫ് 50% ഓഫ് എക്സ്. 50% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ബൈ 2 ആണ്. 50% 1/2 ആണ്. അപ്പോൾ എക്സ് ബൈ 2 ആൻഡ് 30% ഓഫ് വൈ. വൈ ബൈ 3. എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 3. 30% വൈ ബൈ 3 അല്ലോ. 3/10 ആണ് 30%. അപ്പോൾ 3/10 ഇൻറ്റു വൈ. അപ്പോൾ എക്സ് ബൈ 2 ഇൻറ്റു 50%നെ ഞാൻ ഫ്രാക്ഷനിൽ എഴുതി, 30%നെ ഫ്രാക്ഷനിൽ എഴുതി. അതിൻ്റെ വാല്യൂ, ആവറേജിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 34. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പറാണ് സം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സം ആണ് എഴുതിയിരിക്കുന്നത്. സം ആണ്, ആവറേജ് ഇൻറ്റു നമ്പറാണ്. അപ്പോൾ എത്ര കിട്ടും? 34 ഇൻറ്റു 2, അതായത് 69. അത് നമുക്ക് 10 കൊണ്ട് എല്ലായിടത്തും ഗുണിക്കാം, അല്ലെങ്കിൽ 10 കൊണ്ട് ഗുണിക്കാം. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 5x പ്ലസ് 3y ഈക്വൽ ടു 690. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സ് മൈനസ് വൈ എന്താണ്? 10 തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനകത്തുനിന്ന് വൈ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. ഞാനിവിടെ അപ്പുറത്തും ഇപ്പുറത്ത് 3 കൊണ്ട് ഗുണിക്കുന്നു. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താവും? എന്നിട്ട് കൂട്ടുന്നു. 3x ഇവിടെ -3y വരും. അപ്പോൾ 5x 3x 8x. ഇവിടെ 3y - 3y ക്യാൻസലായി പോവും. ഇവിടെ എല്ലായിടത്തും 3 കൊണ്ട് ഗുണിക്കണേ. 690 പ്ലസ് 3 × 10. ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം. 30. 690 30 എത്രയാണ്? 720. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 90 നെറ്റ്. എക്സ് 90 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എക്സ് 90 കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു വാല്യൂ ഇടും. എക്സ് 90 കിട്ടിക്കഴിഞ്ഞാൽ വൈ എത്ര കിട്ടും? 90 - y ആണ് 10. അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 90 നിന്ന് വൈ കുറച്ചാൽ 10 ആണ്. 90 നിന്ന് വൈ കുറച്ചാൽ 10 ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ എത്ര വരും? 80 എന്ന് വരും. എന്താ ആവറേജ് ഓഫ് എക്സ് ആൻഡ് വൈ? 90 + 80 170/2. 170 പകുതി 85. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. ഫാസ്റ്റായിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യുന്നത് ഫാസ്റ്റായിട്ട് ചെയ്യാം. അതൊക്കെ ഓൾജിബ്രയിലെ കാര്യങ്ങളും അതൊക്കെ പ്രാക്ടീസിലൂടെ നമുക്ക് സ്പീഡാക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്യാമോ? ഈ ക്വസ്റ്റ്യനും ഈ 2 ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ആൻസർ പറയുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി പെർസെൻറ്റേജിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ.